കുട്ടനാട് കോൺഗ്രസിൽ വിമത നീക്കം. സജി ജോസഫ് വിമതനായി മത്സരിക്കാൻ സാധ്യത. കോൺഗ്രസ് കുട്ടനാട് സീറ്റ് വിറ്റെന്നാണ് സജി ജോസഫ് FB പോസ്റ്റിൽ പറയുന്നത്. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. കുട്ടനാടിലും ഒരു സ്പോൺസേഡ് സീറ്റുണ്ടോ? പറയൂ അശ്വിൻ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. കുട്ടനാട് സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ ഉള്ള തർക്കങ്ങൾ അതേറെ നാളുകൾ മുമ്പേ തുടങ്ങിയതാണ്. സീറ്റ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. അവിടെ റെജി ചെറിയാനാണ് മത്സരിക്കുന്നത്. റെജി ചെറിയാന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിലെ വലിയ പ്രശ്നങ്ങൾ മുമ്പേ തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സജി ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കുട്ടനാട്ടിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്കൊടുവിലൊന്നും സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. വലിയ ചർച്ചകൾ നിലവിൽ മറ്റ് പ്രശ്നങ്ങൾ കോൺഗ്രസിലുള്ളത് കൊണ്ട് ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ആ സീറ്റ് ഏറ്റെടുക്കുന്ന ചർച്ചകൾ നടത്താനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രവർത്തകരെ നേതൃത്വം ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടില്ല, അതിൽ ഒതുങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് സജി ജോസഫ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. സജി ജോസഫ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കുട്ടനാടിനെ വിറ്റു എന്ന പേരിലാണ്. അതിൽ ഒരു വിമത സ്ഥാനാർത്ഥിനുള്ള സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകളോട് സന്ധിയില്ലാതെ പോരാട്ടം നയിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സജി ജോസഫിന് പുറമെ അഡ്വക്കേറ്റ് അനിൽ ബോസ് അടക്കം ഈ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ പാർട്ടി തീരുമാനം അംഗീകരിച്ച് അനിൽ ബോസ് മുന്നോട്ട് പോവുകയാണ്. ഒരു വിമത സ്ഥാനാർത്ഥിത്വത്തിനോ പാർട്ടിക്കെതിരെ നിൽക്കാനോ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സജി ജോസഫ് ആകട്ടെ ഒരു വിമത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാനുള്ള ആലോചനകളാണ് നിലവിൽ നടത്തുന്നത്. ഇന്ന് റെജി ചെറിയാൻ, അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ ഇന്നു മുതൽ ഔദ്യോഗിക പ്രചരണം ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.